ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദിലക്ഷ്മി കിച്ചൺ വേളിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പെട്ടെന്ന് ഒരു 10-15 നിമിഷത്തിനുള്ളിൽ തക്കാളി സാദം ഉണ്ടാക്കാം. അതിനുവേണ്ടി 8 തക്കാളി ചെറുതായി അരിഞ്ഞു വെക്കാൻ, 10 പച്ചമുളക്, 25 വെളുത്തുള്ളി. ഇനി നമുക്ക് സവാള, 4 വലിയ സവാള ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം. ഒരു അരപ്പിടി പുതിനയും അരപ്പിടി മല്ലി, 5 ഗ്ലാസ് അരിക്ക് 10 ഗ്ലാസ് വെള്ളം. ഇനി കുക്കറിലാണ് വെക്കണേ. 5 ടേബിൾ സ്പൂണോളം നല്ലെണ്ണയും 5 ടേബിൾ സ്പൂണോളം നെയ്യും. ഇനി പട്ട, ഗ്രാമ്പു, ഏലക്ക, സ്റ്റാർ ഓണിയൻ, ബിരിയാണി ഇല. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കുക. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. അതായത് കണ്ണാടി പരുവായി കഴിഞ്ഞാൽ അതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുക. ഇനി എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്തപ്പോൾ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയില, പുതിന ഇല ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ വാടാനൊന്നും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ബാച്ചിലർക്കാർക്ക് പെട്ടെന്ന് ചെയ്യാം. ജോലിക്കൊക്കെ പോകുമ്പോ ബാച്ചിലേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ചെയ്യാം. ഇനി നമുക്ക് അതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 5 ഗ്ലാസ് അരിക്ക് 10 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അതായത് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. ഇനി അരി അടുപ്പത്തിടാം. മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ ഇടാം. കുക്കർ അടിച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 1 വിസില്, എന്നിട്ട് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി തക്കാളി സാദം, തക്കാളി റൈസ് റെഡിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ആദിലക്ഷ്മി കിച്ചൺ വേൾഡില് കമന്റ്സ് അറിയിക്കുക. ബൈ ബൈ ഫ്രണ്ട്സ്.